ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോകുന്നത് മലയാറ്റൂരാണ് കേട്ടോ. അപ്പോൾ നൊയിമ്പൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈസ്റ്ററിൻ്റെ വലിയ ആഴ്ച അടുത്തെത്തി. അപ്പോൾ നമ്മൾ മലയാറ്റൂർ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മലയാറ്റൂർ പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 4:30-5 മണി ആ ടൈമൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു ഉച്ച തിരിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അതെൻ്റെ ദൈവഭാഗ്യം എന്ന് വെച്ചാൽ മീൻസ് നല്ലൊരു പൊടിയൊക്കെ ഒതുങ്ങിയിട്ടുള്ള മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന വഴിക്ക് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മഴയായിരിക്കും എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കാലാവസ്ഥയായിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. മല കയറുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് വന്നിട്ട് അവിടെ ഒരു ചാപ്പൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും മല കയറി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ മല കയറുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടും ആളുടെ വൈഫും പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് മല കയറുന്നത്. അപ്പോൾ ഇവിടെ ഒരു നിരപ്പായിട്ടുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ അപ്പൂസിന് നടക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇറക്കി നടത്തിയിട്ടോ. അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി നടക്കായിരുന്നു. അപ്പോൾ നടക്കാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് നമ്മളവനെ അവിടെ ഇറക്കി. അപ്പോൾ അവൻ അങ്ങനെ നടന്ന് പോകാണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാം സ്ഥലം ഇതുവരെ ആയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാം സ്ഥലം ആവാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. ഒന്നാം സ്ഥലം ആയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്തടുത്ത സ്ഥലങ്ങൾ പെട്ടെന്നായിട്ട് ആവും കേട്ടോ. അപ്പോൾ അതേ ഒന്നാം സ്ഥലത്തേക്ക് നമ്മൾ നടന്ന് പോവാണ്. ഇവിടുന്ന് വലിയ മലകളൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ ഉള്ളൊരു കയറ്റൊക്കെ ഉള്ളൂ. ഒന്നാം സ്ഥലം കഴിയുമ്പോഴാണ് കുറച്ച് ഹാർഡായിട്ടുള്ളൊരു നമുക്ക് തോന്നുന്നത്. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അങ്ങ് വന്ന ദിവസം വ്യാഴാഴ്ച കേട്ടോ. വലിയ തിരക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങിയിട്ട് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഈസ്റ്റർ വരെ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ അപ്പൂസിനെ കൊണ്ട് മല കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ വന്നത്. ഇനി തിരക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ നല്ലൊരു കാലാവസ്ഥയായിട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ റിജോ ചേട്ടനും ആളുടെ ഫ്രണ്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മാറി എടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ടയേർഡായിട്ട് തോന്നിയിട്ടുണ്ടായില്ല. പിന്നെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അടുത്ത ആഴ്ച തുടങ്ങിയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ വലിയ ആൾക്കാർ കാണാനില്ല. എനിക്ക് തോന്നുന്നു ഈവനിങ് ആണെന്ന് തോന്നുന്നു കൂടുതൽ ആൾക്കാർ മല കയറുന്നത്. പിന്നെ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു പാറ കണ്ടു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കയറി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ആൾക്കാർ ബാക്കിൽ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറേ പേര് കയറി പോകണമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ 2ാം സ്ഥലം 3ാം സ്ഥലമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇനി അടുത്ത സ്ഥലങ്ങളൊക്കെ വേഗം ആവാണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അധികം ക്ഷീണിക്കണമൊന്നുമില്ല. കാരണം നമ്മുടെ ക്ലൈമറ്റ് നല്ലതാവുമ്പോൾ നമുക്ക് അത്രയും വലിയ ടയേർഡ്നെസ് തോന്നണില്ല കേട്ടോ. അപ്പോൾ നമ്മളവിടെ തിരി നേർച്ചയും എല്ലാ സ്ഥലങ്ങളും എത്തുമ്പോൾ ഞങ്ങൾ നേർച്ചയിടും. അതേപോലെ തന്നെ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 14ാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, 14ാം സ്ഥലം. അവിടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് മേളിലോട്ട് കയറുമ്പോൾ ഇനി സ്റ്റെപ്പ് പടികളാണ് കേട്ടോ. നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഞാൻ ഈ സമയത്ത് അങ്ങനെ മല കയറിയിട്ടില്ല. ഞാൻ ഏകദേശം 2 കൊല്ലം മുമ്പാടാണ്, ഡെലിവറിക്ക് മുൻപാടാണ് കേട്ടോ മല കയറിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയമൊക്കെ ഏകദേശം ഈവനിങ് ടൈം ആയിരിക്കും. അപ്പോൾ രാത്രിയിലൊക്കെ ആയതുകൊണ്ട് ഇതിങ്ങനെയൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. നല്ല രസമുണ്ട് അവിടെ നിന്ന് താഴ്ത്തേക്കൊക്കെ നോക്കുമ്പോൾ കേട്ടോ. കുറേ പേരൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മേളിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പള്ളിയിൽ. അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് പടിയായിട്ട് മേളിലോട്ട് കയറി പോകണം. അപ്പോൾ അങ്ങനെ നമുക്ക് കയറാം. അപ്പോൾ അത് നമ്മളവിടെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ നല്ല രസം, നല്ലൊരു തണവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇളം കാറ്റോട് കൂടിയിട്ട് നല്ലൊരു നമുക്കതിനെ മല കയറി മേളിലെത്തി എന്നുള്ള ഫീലിങ്സ് ഒന്നും നമുക്ക് തോന്നണില്ല കേട്ടോ. കാരണം അത്രയും ടയർഡ്നെസ് ആയിട്ട് നമുക്ക് തോന്നണില്ല. കാരണം നല്ലൊരു കൂളിങ് ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നണേ. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് തോമാസിലേക്ക് എടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടു. ഞങ്ങളെന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിക്കരുത്. ഇത് നമ്മുടെ അവിടുത്തെ ചെറിയൊരു ആരാധന ചാപ്പലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ കയറി പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങളും അവിടെ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ടായിട്ട്. അവിടെ നിശബ്ദത പാലിക്കേണ്ട ഏരിയ ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നിശബ്ദത പാലിക്കാൻ വേണ്ടിയിട്ട്, സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ചാപ്പൽ. അപ്പോൾ ഇതാണ് മലയാറ്റൂരത്തെ പള്ളി കേട്ടോ. അപ്പോൾ ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനധികം ഉള്ളിലോട്ടൊന്നും കയറിയില്ല. കാരണം കുർബാന നടക്കണോണ്ട് നമ്മളത് കയറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി പോന്നു.
സത്യനായ സർവീശ്വര നല്ലവനായ ദൈവമേ ഇവിടെയാണ് കേട്ടോ തോമാസ് ലീഗയുടെ പാദമുദ്ര പതിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾ അവിടെ നിന്നതിൻ്റെ കാൽപ്പത്തിൻ്റെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയാണ്, അതേപോലെ പെസാവ്യാഴം, അങ്ങനെ ഈസ്റ്റർ സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടേക്ക് അടുക്കാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്നും കാണാനേ പറ്റുന്നുണ്ടാവില്ല. ഇപ്പം നമുക്ക് ആൾക്കാർ കുറവായതുകൊണ്ട് നമുക്കവിടെ തൊട്ടുമുത്തി പ്രാർത്ഥിച്ചിട്ട് പോകാനൊക്കെ പറ്റി. ഇനി നമ്മുടെ താഴത്തോട്ട് മല ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിലതേ ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടു. അപ്പോൾ നമ്മുടെ ഫോട്ടോ സെക്ഷൻ കണ്ടോ ഈ കാണുന്നത്. അപ്പോൾ അതേ നല്ല ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. നമ്മുടെ മലയുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ, മേളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. രാത്രി ആയപ്പോൾ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവർ പുറകെ പോണ്. വെള്ളക്കല്ല് പാറയുടെ നല്ലല്ലേ. അങ്ങനെ നമ്മൾ മല ഇറങ്ങിയിട്ട് താഴ്ത്തി എത്തിയിട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കയറാനായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പെട്ടെന്ന് നമ്മൾ ഇറങ്ങി താഴ്ത്തി എത്തിയപ്പോൾ നമുക്ക് തോന്നിയിട്ടോ. പിന്നെ നമ്മൾ ബജിക്കടയിൽ നിന്ന് ബജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ബജിയിൽ ചമ്മന്തിയിൽ നമുക്കൊരു ഭയങ്കര റെഡ് കളർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു ഇത് എന്ത് മുളകാണെന്ന്. ഭയങ്കര റെഡ് കളറായിട്ട് തോന്നി. ഇഷ്ടി കരച്ച് ചേർക്കണ പോലത്തെ ഒരു കളർ പോലെ തോന്നി കേട്ടോ. എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ മേളിലാകെ കഴിച്ചത് ഉപ്പ് സോഡയായിരുന്നു കേട്ടോ. ഉപ്പ് സോഡയിൽ ഉപ്പുണ്ടോ നാരങ്ങ ഉണ്ടോന്നൊക്കെ നമ്മൾ നോക്കേണ്ട വരും. അങ്ങനത്തെ ഒരു വെള്ളം, ഒരു ജാതി വെള്ളമായിട്ട് നമുക്ക് തോന്നിയത്. പിന്നെ നമ്മൾ താഴത്തെ പള്ളിയിലൊക്കെ കയറിയിട്ട് നല്ല അടിപൊളി പള്ളി ഗൈസ്, നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ഞാൻ ഈ പള്ളി പണിതിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ പഴയ ഇപ്പുറത്തൊരു പള്ളിയുണ്ട് കേട്ടോ, അവിടേക്കാണ് വന്നിട്ടുള്ളത്. ഇത് പുതിയ പള്ളിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പള്ളിയാണ്, നല്ല രസമുണ്ട് അവിടുത്തെ ലൈറ്റും അതേപോലെ ചെയ്ത വർക്കൊക്കെ. അപ്പോൾ ആ പൂസുട്ടി നമ്മൾ താഴത്ത് ഇറക്കി കേട്ടോ. അവൻ ആകെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര നേരം. അപ്പോൾ അവനൊന്ന് റിലാക്സേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. ഇത് പഴയ പള്ളിയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ്. നമ്മൾ അവിടെയും കയറി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മലയാറ്റ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.